നമസ്കാരം, ഞാൻ അമൃതയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വെളുപ്പിന് 5:30 ഇപ്പോൾ സമയം. ഞങ്ങൾ ഫുൾ ഫാമിലി ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല. അത്രയും വിഷമമുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണലായിട്ട് സംസാരിക്കാനോ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും അറിയില്ല. ഇൻഫാക്ട് നിങ്ങൾ എന്നെ 10-16 വയസ്സ് തുടങ്ങി കാണുന്നതാണ്. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലുള്ള സമയം തുടങ്ങി അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എത്രത്തോളം സംസാരിക്കുന്ന ഒരാളായിരുന്നെന്നും എത്രത്തോളം ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും എന്നല്ല, ഈ 14 വർഷമായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ സൈലൻസ് എന്നെ ഒരുപാട് വെറുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത്ര നാളും മിണ്ടാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം, ഒരു സത്യാവസ്ഥയും അറിയില്ല. കാരണം ഞാൻ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒരേ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഇതേപോലൊരു വീഡിയോ ചെയ്ത് വന്നിട്ടുള്ളൂ. അന്ന് പാപ്പുവിൻ്റെ മേലിൽ ഒരു ഫേക്ക് ന്യൂസ് ബാലചേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ്. പിന്നീട് അത് ചാനലുകാർ തന്നെ വന്ന് പ്രൂവ് ചെയ്തതാണ്. അത് ബാലചേട്ടൻ തന്നെ വിളിച്ച് അവരെ കൊണ്ട് ഇട്ട ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം പാപ്പുവിനെ ഡ്രാഗ് ചെയ്തൊരു സിറ്റുവേഷനിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത്. അതിനുശേഷം ഇന്നാണ് ഞാൻ വീണ്ടും സംസാരിക്കണം. ഞാൻ മിണ്ടാണ്ട് ഇരുന്നപ്പോൾ എന്നെ അത്രത്തോളം നിങ്ങളെല്ലാവരും വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ വെറുപ്പിനെ ഒരിക്കലും മാറ്റാൻ ശ്രമിച്ചിട്ടുമില്ല. ആ വെറുപ്പ് മാറ്റി സ്നേഹമാക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എനിക്ക് അത്രയും ഭംഗിയായിട്ടൊന്നും സംസാരിച്ച് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പം ആ ഒരു വെറുപ്പ് ഇപ്പോൾ അത് വന്ന് ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഇതിപ്പോൾ എൻ്റെ പാപ്പുവിലേക്കും കൂടെ വന്നെത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ, ഇപ്പോൾ ഞാനും അമ്മയും പാപ്പും അബിയും ഉള്ളൊരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ. അച്ഛനും പോലും ഇല്ല ഇപ്പോൾ. അപ്പം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പം പാരലലി അപ്പുറത്തൊരു വീഡിയോ വരും. ഇപ്പോൾ റീസെൻ്റ്ലി പാപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 21st. ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ് ആണ് പാപ്പു നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം കാണുന്നത് ഇന്റർവ്യൂ ആണ്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പാപ്പു അങ്ങനെ പറഞ്ഞു, പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും പാപ്പു എന്നോട് പറയാറുണ്ട്, മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണേന്ന്. അപ്പോൾ മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം മമ്മി എന്ന് പറയുന്നത്. കാരണം പാപ്പു ഇപ്പൊ പഴയ ഏജ് അല്ല, നിങ്ങൾക്കറിയാം, 12 വയസ്സായി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എൻ്റെ അടുത്ത് പറഞ്ഞാണ്, മമ്മി ഈ ബർത്ത്ഡേ എൻ്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ വോണ്ട് ടു ഡു എ വീഡിയോ മമ്മി. ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം. എൻ്റെ പാപ്പു ആൻഡ് ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കണതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയില്ല, ഐ വാസ് സോ അൺഅവെയർ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടന്റാണ് മോള് ഇടണേന്നുള്ളത്. അവള് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവള് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ പാപ്പു എൻ്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാര്യം. കാരണം അത്രയും അവള് കണ്ട് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ 12 വർഷവും ഗോത്രൂ ചെയ്ത കാര്യങ്ങളാ, കുഞ്ഞുകുട്ടി കാണുന്ന കാര്യങ്ങളാ. അപ്പോൾ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ. ഇനിയെങ്കിലും എൻ്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച് അവൾക്ക് പറ്റുന്ന ഭാഷയിൽ അവളുടെ ഒരു മെച്യൂരിറ്റിയിൽ അവൾ സംസാരിച്ച കാര്യങ്ങളാണ്. അത് കഴിഞ്ഞൊരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പാപ്പുവിനെ കൂടുതൽ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടുകൊടുക്കുന്ന രീതിയിലൊരു
ഒരു ഇമോഷണൽ വീഡിയോ, അടുത്ത് ഇമോഷണൽ വീഡിയോ വന്നു. അത് വന്നതിന് ശേഷം പാപ്പുവിനുണ്ടായിട്ടുള്ള പാപ്പുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല. കള്ളി, അഹങ്കാരി, ചീത്ത വാക്കുകളൊക്കെയാണ്. കുഞ്ഞു കുട്ടീനൊന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല നമ്മൾ മലയാളികൾ കമൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസ് എ അമ്മ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത. അപ്പോൾ വീണ്ടും അവളൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുക ചെയ്തത്. ഇനി അവള് അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മി ഉഗ്രനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു, മമ്മി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു, മമ്മി ഇങ്ങനെ ചെയ്യിപ്പിച്ചു, അമ്മയുടെ മോള് തന്നെ അഭിനേത്രിയാണ്, ഇങ്ങനെയുള്ള കമന്റ്സ് കൂടുതൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം പറയുമ്പോൾ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാവും എനിക്ക്. അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളൂ. പാപ്പിനെ എന്താ ലാസ്റ്റ് അവള് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ടെൻഷൻ ആവുമ്പോൾ എനിക്ക് തലയിലൊന്നും പറഞ്ഞില്ല. അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യമാണ് എന്താ ഹോസ്പിറ്റൽ ബർത്ത്ഡേയുടെ സമയത്ത് അല്ല വയ്യാണ്ട് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അതിനകത്ത് ഇന്നലെ വന്ന ഇന്റർവ്യൂവിൽ ബാലചേട്ടൻ പറഞ്ഞ കാര്യമാണ്. ബർത്ത്ഡേ അല്ല പക്ഷെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം പപ്പ എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള. അപ്പോൾ പാപ്പു അതിനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടേ ഇല്ല, ഇത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നാക്കുന്നത്. അതിനകത്ത് ബാലചേട്ടൻ ആ വീഡിയോയിൽ പറയാണ്, കൂടെ അണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അണ്ണൻ ആ സമയത്ത് അവിടെ സിറ്റുവേഷനിൽ ഇല്ല. അണ്ണൻ എന്ന് പറയുന്നത് ബാലചേട്ടൻ്റെ ബ്രദറാണ്. ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരണത്. എൻ്റെ അച്ഛൻ ICUവിനുള്ളിലോട്ട് വന്നിട്ടേ ഇല്ല. സുരേഷ് ചേട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല, അണ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല. അപ്പൊ എൻ്റെ മോള് അവള് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, മമ്മി ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ചോദിച്ചേ, ഐ വോണ്ട് ടു ടെൽ വൈ ഈസ് ഹി ലൈയിങ്. അപ്പൊ അവളാ പറഞ്ഞത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തതാവണത്. അതേപോലെ കോർട്ടിൽ കൂടെ പോളെ ഡ്രാഗ് ചെയ്ത് പിടിച്ച് നിലത്ത് കൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സീൻ. ഇതെങ്ങനെ ബ്രെയിൻ വാഷ് ആവണത്? എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു സീനാണത് കോടതിയിൽ. അതെങ്ങനെയാ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എൻ്റെ മോള് പറയാം. അതിനുശേഷം ഒരു 3 വയസ്സിലുണ്ടായ അവള് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവള് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ? എനിക്ക് നമ്മളെ ഞെട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് 2 വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മെമ്മറിയിൽ ഒരു ഫ്ലാഷസ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഫുൾ ചിത്രമായിട്ടില്ലെങ്കിൽ ഫ്ലാഷസ് ആയിട്ട് ഓർമ്മയുണ്ട്. പാപ്പുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പാപ്പു കുഞ്ഞു ആവിയായിരിക്കുന്ന സമയത്ത് അവളെ ഈ വക സിറ്റുവേഷനിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ്. ചേച്ചിമാരൊക്കെ അവൾക്കൊന്നും പറ്റില്ലെന്ന് വെച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും. അങ്ങനെ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കോടതിയിൽ കേസ് അടങ്ങുന്ന സമയത്ത് ഈ ജോലിക്ക് നിന്ന് ചേച്ചിമാരും അതേപോലെ അന്നുണ്ടായിരുന്ന ഡ്രൈവർ ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു കുഞ്ഞു കുട്ടിക്ക് അവളുടെ ഒരു കുഞ്ഞി മെമ്മറിയിൽ അവൾ ട്രോമാറ്റിക് ആയിട്ട് പേടിച്ച് അനുഭവിച്ച് പോയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം പാപ്പുവിനെ അവളെ മുറിയിൽ പൂട്ടിയിട്ടതും ഈ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ അടക്കം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പാപ്പു എത്ര വിഷമിച്ചാണ് ഇരുന്നിട്ടുള്ളതെന്നും. ഇതൊക്കെ ഞാൻ എന്തിനാ ബ്രെയിൻ വാഷ് ചെയ്യണം? മോളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിത്ത് എവിഡൻസ്. ഞാൻ എന്തിനാ എൻ്റെ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്തു? എൻ്റെ മോളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ കുറേ മുമ്പേ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നു. അത് ഈ 14 വർഷം വെയിറ്റ് ചെയ്ത് അവള് ഇത്രയും നാള് കഴിഞ്ഞ് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ
പാപ്പുവിൻ്റെ ഫാമിലീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാപ്പുവിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊരു ഒരു മോചനം എന്നെ കൊണ്ടാവുന്നതാവട്ടെ എന്നുള്ള രീതിയിൽ ആ പാവം കൊച്ചു ചെയ്തതിന് നിങ്ങൾ അതിനെ എന്തൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി എൻ്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോൾ, നമ്മൾ പബ്ലിക് ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറയണേ, മോളുടെ അച്ഛൻ്റെ അടുത്തോട്ട് പൊക്കൂടെ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. ഒരിക്കലും പാപ്പൻ്റെ സ്കൂളിലുണ്ടായിരുന്ന ഒരു കേസാണ്. അതായത് ബസ്സിലുള്ള ഒരു കുട്ടി, എന്താ, ഞാൻ പോലും ആ സമയത്തില്ല, ഞാൻ ദുബായിൽ ഉള്ളൊരു സമയത്താണ്. യുവർ ഫാദർ സേഡ് യുവർ മോം ഇസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിതൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കും, നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും, അത് ഇവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും. ആൻഡ് ദെൻ അങ്ങനെ പാപ്പുവിൻ്റെ അടുത്ത് യുവർ മദർ ഇസ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പു കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത്. എന്നിട്ട് എൻ്റെ അഭിരാമി പോയി സ്കൂളിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ. അതായത് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ കൂടെയാണ് ആ പാവം കുട്ടി എവ്രി ഡേ പൊക്കോണ്ടിരിക്കണേ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കുഞ്ഞു ആവല്ല, ഇപ്പോൾ അവളൊരു ടീനേജറായി. അവരുടെ തരത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെയായി. അവൾ പല കാര്യത്തിനും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയായി. മിണ്ടാണ്ടിരിക്കുമ്പോൾ വീണ്ടും കുറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. വേറെ കമന്റ്സ് ഞാൻ വായിച്ചു, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം എന്തിനാണ് ഇവിടെ വന്ന് പറയണമെന്നുള്ള. ഈ ഞങ്ങളായിട്ട് പറഞ്ഞതല്ല, ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പബ്ലിക്കലി ഇല്ലാത്ത കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ആ കൊച്ചൊന്ന് റിയാക്ട് ചെയ്തു. അതേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ആ കുട്ടി എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഇനി ഞാൻ എന്നിലേക്ക് വരാം. ഞാൻ എന്ത് തെറ്റാണ് എൻ്റെ ലൈഫിൽ ചെയ്തതായിട്ട് നിങ്ങൾ പറയണേ? ഓരോ കമൻറ്റിലും അമൃത ചീത്തയാണ്, അമൃത ഇങ്ങനെയാണ്, അമൃത അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ സോഫാറുള്ള എൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങിയുള്ള ലൈഫ് എടുത്തോ, ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഒരു 18 വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച് അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അയാളെ ഞാൻ കല്യാണം കഴിച്ചു. അന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്ത് എന്നെ ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്ത കാര്യം പോലും പറയാൻ ബാലചേട്ടനൊന്നും മടിയായിരുന്നു. അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ, അതും ഒരു 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അത് ബ്ലൈൻഡ് പ്രണയമാണ്. ഒത്തിരിയൊന്നും നിങ്ങൾ വിചാരിക്കണ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു പ്രായമൊന്നും എനിക്കന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, പല ദിവസവും ചോര തുപ്പി ഓരോ മൂലയ്ക്കിലും കിടന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്തൊരു മാരേജ് ആയിരുന്നു. ആൻഡ് ഈ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാനും എൻ്റെ ഫാമിലിയും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വെഡ്ഡിങ്ങിലോട്ട് വന്നത്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ രാജാമണി അങ്കിളാണ് അച്ഛനെ വിളിച്ച് പറയണത്. പക്ഷെ ആ സമയം ആയപ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോഴും അച്ഛനമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണ്, വേണ്ട മോളെ, ഇത് വേണ്ട, ഇത് ശരി, അത്രയും ഒരു പറഞ്ഞ. പക്ഷെ അതെൻ്റെ ഇഷ്ടവും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ബാലചേട്ടനെ, അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും നിർബന്ധിച്ച് ഞാനായിട്ട് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്തെടുത്ത ഒരു ഡിസിഷനായിരുന്നു ഈ വെഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രം ഡേ 1 ടിൽ ദ ഡേ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോര തുപ്പി ഓരോ മൂലയ്ക്ക് കിടന്നപ്പോഴും എന്നെ എടുത്ത് എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു. അഗെയിൻ ഇത് എൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട്
ഞാൻ നിർബന്ധിച്ച് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് എൻ്റെ അച്ഛയമ്മയും അഭിരാമിയും അത്ര വേദനിക്കുന്നുള്ളതുകൊണ്ട് ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല. ഇതൊന്നും ഞാൻ പറയുന്നത് അന്ന് എന്നെ ഇതൊക്കെ കണ്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലിക്കാരി ചേച്ചിമാരും ഒക്കെ ഇതൊക്കെ കോടതിയിൽ കേസ് പറഞ്ഞതൊക്കെയാണ്. അതിനുശേഷം ഞാൻ ഒരു പോയിന്റ് എത്തി. ഇനി ഞാൻ അവിടെ തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ ചോറ് തുപ്പിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞും പെടും എന്നുള്ള കുഞ്ഞും അതിൻ്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത്. അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ കോടികൾ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല. ആ ഒരു ഇൻസിഡൻ്റാണ് പാപ്പു പറയണത്. കുപ്പി എറിഞ്ഞ് മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ അതാ കുഞ്ഞു വയസ്സിൽ അവൾക്കുണ്ടായിരുന്ന അവൾ കിട്ടിയൊരു ഷോക്കാണത്. ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുപ്പി വരണതും അവള് ഞെട്ടണതും ഞാൻ അവളെ പിടിച്ചിങ്ങനെ മാറ്റണതും ആ കുപ്പി പുറകിൽ മതിലിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച് പോയ ഒരു സിറ്റുവേഷനാണ് അത്. പാപ്പുന് ഇപ്പോഴും അതൊരു ഓർമ്മയാണ്. ആ ഒരു സിറ്റുവേഷനാണ് പാപ്പു ആ വീഡിയോയിൽ പറയണേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈഫിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇൻഫാക്ട് എൻ്റെ സ്വർണം, എൻ്റെ വണ്ടി ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഈ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടില്ല, സ്വർണം മൊത്തം പാലച്ചേട്ടൻ ഇടിപ്പിച്ച്. ഇതിനൊക്കെ എന്താ തെളിവുള്ളത്? എൻ്റെ ഞങ്ങൾക്ക് ഇളമക്കരയിൽ ഉണ്ടായിരുന്ന ഒരു വീട്, ആ വീട് വിറ്റിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണവും വാങ്ങിച്ചതും. ജോസ്കോന്നാ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രസന്റ് ചെയ്യാം അതിൻ്റെ ഇൻവോയ്സ്. ആ സ്വർണ്ണമൊക്കെ പോയി. ആ സ്വർണം ഒന്നും വേണ്ട. അതായത് മോൾ ഇത്രയും ടോർച്ചർ, ഈ ഡിവോഴ്സ് ഫേസിൽ കൂടെ ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോൾ എനിക്കൊന്നും വേണ്ട. എല്ലാവരെയും പോലെ ഞാനും കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ. എൻ്റെയും ലൈഫ് പോയതാണ്, എൻ്റെ മോളുടെയും ലൈഫ് പോയതാണ്. എൻ്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോൾ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ ഞാനും എനിക്കും എൻ്റെ പാപ്പന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇവളെ ആ കോടതിയിൽ നിന്ന് വലിച്ചടിച്ചു കൊണ്ടുപോയ സീനും അതിനുശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ, അവള് പുറത്തു പോകാൻ പേടിയായിരുന്നു. എന്നെ ഡാഡി വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവള് സ്കൂളിൽ പോലും പോവില്ലായിരുന്നു. എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവള് സമ്മതിക്കില്ലായിരുന്നു. എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ട് ഇവളെ എപ്പോഴും നിൽക്കുള്ളായിരുന്നു. അപ്പം ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു ഭാവയ്ക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതലുള്ള അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് കോമ്പൻസേഷനും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ പാപ്പുവിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ പൈസ വേണ്ടെങ്കിൽ ഇനി കൊച്ചിനെ വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മൾ ആ ഡിവോഴ്സ് സെറ്റിൽ ചെയ്യണത്. അതിനകത്ത് ആ ഡിവോഴ്സിൻ്റെ പേപ്പറിൽ, ലോയേഴ്സ് കാണിച്ച പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കല്യാണത്തിന് പോലും ആസ് എ ഫാദർ ഒരു പൈസ പോലും തരില്ല. അപ്പോൾ അന്ന് തുടങ്ങി പാപ്പുവിൻ്റെ എല്ലാ എക്സ്പെൻസസും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അച്ഛനും കൂടെ ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ വീട്ടിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വയസ്സായിട്ടുള്ളൊരു അമ്മ, പിന്നെ ഒരു ടീനേജറായിട്ടുള്ളൊരു പെൺകുട്ടി, ഞാൻ അബി, ഞങ്ങൾ 4 പെണ്ണുങ്ങൾ മാത്രമുള്ളൊരു വീടാണ്. അമ്മ ബി പി അസുഖങ്ങളൊക്കെ ഉള്ള ഒരു 60 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മ ഇപ്പം ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും മെൻ്റൽ ടോർച്ചർ കൂടെയാണ്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ എങ്ങനെയൊക്കെയോ മുമ്പോട്ട് തള്ളി ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം
ഒരു വീട് റൺ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ്സസ്, ഇമോഷണൽ കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് ഞാനായിട്ട് എത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, മോളുടെ സ്കൂള്, അത് ഇതെല്ലാം ഒരു ബാലൻസിനാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലും നിങ്ങളാരും എൻ്റെ കൂടെ നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടം എനിക്ക് നിങ്ങളെല്ലാവരോടും ഉണ്ട്. ഒരാളെവിടെ കള്ളു കുടിച്ച് ലിവർ പോയി ഹോസ്പിറ്റലിലായപ്പോൾ നിങ്ങൾ മലയാളികളെല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു. എൻ്റെ കേസിൽ ആടിയും തൊഴിയും കൊണ്ട് എൻ്റെ ഫുൾ മേത്തുണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളും ഒക്കെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട്. അതേപോലെ എൻ്റെ ബ്ലീഡിങ് ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിൽ പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കാം. ഞാൻ സർജറി ചെയ്തതാണ്, എന്നും ബ്ലീഡിങ് ആയിട്ട്. ഇപ്പോൾ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ എൻ്റെ ചെസ്റ്റ് പെയിനിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഒരാൾ കള്ളു കുടിച്ച് ലിവർ പോയത് നിങ്ങൾ നാട് മൊത്തം പ്രാർത്ഥിച്ചു. ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. ഇത്രയും കാര്യങ്ങൾ നോക്കാനും ഒരു ബാക്കപ്പ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കോടികളൊന്നും തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉണ്ടാവുകയോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കോടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ ഇപ്പോഴും ഞാൻ ഈ കിടന്ന് നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെ, ഓരോരുത്തരെ പോലെ തന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ അറ്റവും കൂട്ടിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. പിന്നെ എൻ്റെ ലുക്ക്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഓരോന്ന് കേട്ട് വരുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഒരു പ്രൊട്ടക്ഷനാണ്. ലൈക്ക് ആരെങ്കിലും വരുമ്പോൾ പേടിയാണ്, ഇയാൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കണേ. ഫുൾ ഫാമിലിക്കുള്ള ഒരു ഭയമാണ്. പുറത്തു പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാണ് കാണുന്നത്. അപ്പം നാച്ചുറലി നമ്മളെല്ലാവരും ഒരു ജാടയിടാന്ന് പറയില്ലേ, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയില്ലേ, അവള് ജാടത്തണ്ടിയാന്ന് പറയില്ലേ, ഒരു അഹങ്കാരിയാന്ന് പറയില്ലേ. ഈ അഹങ്കാരമൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ആവശ്യമാണ്. ആ അഹങ്കാരമൊക്കെ ഉള്ളതും ആ അഹങ്കാരം കാണിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ വീഴാണ്ട് നിൽക്കണം. പക്ഷെ എൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അത്ര സ്ട്രോങ് ഒന്നും അല്ല. ഞങ്ങൾ ഇന്നും രാത്രി കെട്ടിപ്പിടിച്ചിട്ട് ഇന്നിപ്പോൾ വെളുപ്പിന് ഞങ്ങളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാവരും ഇത്രയും കാര്യങ്ങൾ, ഇതെൻ്റെ ലൈഫിലുള്ള ഓരോ ഇൻസിഡൻസും നിങ്ങൾക്കറിയാവുന്ന. ഞാൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇതിനെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ എന്താ പറയാ, എന്നെ ഒരു മെസ്സേജസിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട അമ്മ. അതിൻ്റെ ഒരു ഭാഷ പറയാൻ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അത്രയും വൃത്തികെട്ട രീതിയിലാണ് എന്നെ പറയണത്. ഒൺലി ബിക്കോസ് ഞാനൊരു റിലേഷൻഷിപ്പ് അതിനുശേഷം 14 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ആലോചിക്കണം. 14 ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് നിങ്ങളുടെ അടുത്തെല്ലാം ഞാനത് അറിയിച്ചു, അത്രയും എക്സ്പോസ് ചെയ്തു. കാരണം അത്രയും ഐ ഫെൽറ്റ് ലൗഡ് ഫോർ എ ടൈം. അപ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ച ഒരു റിലേഷൻഷിപ്പിന് ശേഷം ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അത് കൊളായി പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലോട്ട് കയറുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ഞാനും. അത് ഒന്നും പറ്റില്ലേ, ഇത് നന്നായി വരണേ. ഞാൻ ആരെയും അവിടെ അപ്പുറത്തും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കുറ്റം പറയുന്നതോ
അല്ലെങ്കിൽ കളിയാക്കുന്നതോ പാട്ട് പാടുന്നതോ ഒരു ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി? അവർ രണ്ടാം വിവാഹം അല്ല, അത് ആക്ച്വലി മൂന്നാം വിവാഹമായിരുന്നു. ഇതൊന്നും ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും നാളതൊക്കെ മറച്ചു വെക്കുന്നു. പക്ഷെ പകരം എനിക്കുണ്ടായിക്കൊണ്ടിരുന്നത്, ഞാനൊരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ നന്നായി പോണേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോയി. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് മുമ്പോട്ട് പോവാൻ പറ്റില്ല. അത് നമ്മളുടെ ഇടയിലുള്ള ഒരു പേഴ്സണലി നമ്മൾക്ക് മനസ്സിലായി ഇനി മുമ്പോട്ട് പോവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് സ്നേഹത്തോടെ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടെ രണ്ടുപേരും സെപ്പറേറ്റ് ആയ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഹോൾ ഇൻസിഡന്റിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മകളെ വിട്ടിട്ട് പോയി, അവളെ ഉപേക്ഷിച്ചു, ഇപ്പം അമ്മ അയാളുടെ കൂടെ അല്ലേ. നിങ്ങൾ എന്താ പറയണേ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 14 വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു ലൈഫ് എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണോ? അതും ആ ഒരു ലൈഫ് ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞാനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. പക്ഷെ അത് വർക്കായില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് വേണ്ട, സ്നേഹത്തോടെ തന്നെ ഒരു പിരിഞ്ഞൊരവസ്ഥയുണ്ടായി. അതിനെ ചൊല്ലി എനിക്ക് എന്തൊക്കെ കേട്ടു. ഇപ്പോഴും ഒരു പാട്ടിട്ടാൽ പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോപിയണ്ണൻ എവിടെ? ഗോപിയണ്ണൻ ഇട്ടിട്ട് പോയോ? ഗോപിയണ്ണൻ്റെ അടുത്ത് എൻ്റെ പാപ്പു ഇട്ട വീഡിയോനടിയിൽ വരെ എൻ്റെ ഗോപി അങ്കൂട്ടനുണ്ടായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ഇപ്പോൾ ഈ ഒരു ഹോൾ ഇൻസിഡൻറ്റിൽ എൻ്റെ ഈ രണ്ടാമത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി പറയണത്. ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തത്? ഞാൻ എൻ്റെ മകളെ ഉപേക്ഷിച്ചോ? ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയോ? ഞാൻ ഇതെല്ലാനും എനിക്കും ഒരു സന്തോഷം വേണം, എനിക്കും ഒരു പേഴ്സണൽ ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ച് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ അല്ലേ? അവിടെയും അതേ ഡിസിഷൻ അല്ലേ എടുത്തത്? അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് സംഭവത്തിനൊരു വിള്ളൽ വന്ന സമയത്ത് എന്നെ കളിയാക്കിച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നെ കളിയാക്കി അപ്പോഴേ പറഞ്ഞില്ലേ പോവണ്ട പറഞ്ഞിട്ട് പാട്ടുകൾ പാടുന്നു, പബ്ലിക്കലി ഒന്ന് കളിയാക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതൊക്കെ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എനിക്കിന്ന്? ലൈക്ക് ഞാനൊരു സാധാരണ ഒരു മനുഷ്യനല്ലേ, അല്ലാണ്ട് ഞാൻ വേറെ എവിടെ നിന്നോ വന്നൊരു ജീവിയൊന്നല്ലല്ലോ. ഒരു സാധാരണ ഒരു പെണ്ണല്ലേ, ഒരു 10-34 വയസ്സായിട്ടുള്ള ഒരു സാധാരണ ഒരു പെണ്ണ് തന്നെയാണ്. ചിലപ്പോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മീഡിയയുടെ മുമ്പിൽ ലൈഫ് എക്സ്പോസ്ഡ് ആയി പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ, തെറ്റോ ശരിയോ എനിക്കറിയില്ല, അത് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇമോഷൻസ് നിങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ് എനിക്കും ഉള്ളത്. നിങ്ങൾക്കുള്ള വേദനകൾ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന ഈ ഒരു വീഡിയോ ചെയ്തത് ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടി വന്നതല്ല, നിസ്സഹായ അവസ്ഥ കൊണ്ട് വന്നതാണ്. ഒരു പ്രസ്സിനെ വിളിച്ചുകൂട്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു PR ടീമിനെ വെച്ച് എനിക്ക് വേണ്ടി കമൻ്റ് ഇടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ എന്താ പറയുക, ബാലചേട്ടനെ മോശമായി സംസാരിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ പാപ്പുവിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് വരെ ഞാൻ ബാലചേട്ടന് റെസ്പെക്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഇതുവരെ അദ്ദേഹത്തിന് മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയൊക്കെയോ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചു പോയ ഒരാളെന്നുള്ള ഒരു വേദന ഉണ്ടല്ലോ, ഈശ്വര ഇതിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വേദനയും കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും ബാലചേട്ടനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒരു കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇനിയെങ്കിലും എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ഞങ്ങൾ ആകെ ഒരു 4 പെണ്ണുങ്ങൾ മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ്. കലകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. ആകെപ്പാടിനുള്ളൊരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഷോസും പിന്നെ
നമ്മൾ ചെയ്യുന്ന വ്ളോഗ്സ് ഒക്കെയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അമൃതംഗമയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. നമ്മുടെ ഈ ചാനലിൽ പോലും ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നില്ല. കാരണം പേടിച്ചിട്ടാ. എന്തെങ്കിലും കമൻ്റ് ഇട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പുറത്ത് പോയി നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വരെ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ്, നീ അവൻ്റെ പൈസ എടുത്തിട്ടല്ലേ ചെയ്യുന്നതെന്നുള്ള, ഇതൊക്കെ കേട്ട് ഞാനായിട്ട് ഇനി എന്തിനാ തളർന്നു പോയി നമ്മളെല്ലാവരും, പറ്റാണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾ 4 സ്ത്രീകളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും, എനിക്ക് വലിയ തെറ്റായിരിക്കും. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഒന്നും കൊണ്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ ആരും ഉപദ്രവിക്കരുത്, പ്രത്യേകിച്ചും പാപ്പുവിനെ. ആൻഡ് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. പാപ്പുമോള് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരുപാട് മീഡിയ പേജസ് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത്രയും ബ്രൂട്ടലായിട്ടുള്ള കമൻസാണ്. പറ്റുമെങ്കിൽ ആ കമൻസ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. ആ കുഞ്ഞിതൊക്കെ ഇരുന്ന് വായിക്കും. അപ്പോൾ അത് അവള് ലൈഫ് ടൈം അത് അവൾക്ക് ഒരു ട്രോമയായിട്ട് മാറും. ലൈഫ് ടൈം അവളൊരു കുറ്റക്കാരിയായെന്നുള്ളൊരു ചീത്ത കുട്ടി എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ അത് മാറിപ്പോവും. ഒരു അവളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു കുഞ്ഞു സ്റ്റെപ്പാണ് ആ പാവം കൊച്ചിൻ്റെ. ഇന്ന് വരെ ഞാനും എൻ്റെ ഫാമിലിയും പാപ്പന് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഇനിയും ഞങ്ങൾ പാപ്പന് വേണ്ടി തന്നെയാണ് ജീവിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു സിറ്റുവേഷൻ എന്നോ ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നോ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാനിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പോലും ഹൃദയമുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നു പോകും അതിനകത്ത്. അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്തണം എന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നുമില്ല. പക്ഷെ ഇപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു അമൃത സുരേഷ്, നിങ്ങൾ പറയുമല്ലോ അന്ന് പട്ടുപാവാട ഇട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അതേ അമൃത തന്നെയാണ് ഇപ്പോഴും. പട്ടുപാവാടയൊക്കെ ഒന്ന് മാറി ജീവിക്കാൻ വേണ്ടിയിട്ട്, പ്രൊഫഷന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ജീവിക്കേണ്ടി വന്നല്ലാണ്ട് അന്നുണ്ടായിരുന്ന ഒരു അമൃത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അന്നൊരു ഇച്ചിരി സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഫാമിലീൻ്റെയും വിഷമം നിങ്ങൾ കാണാണ്ട് പോകരുത്. താങ്ക് യു.